നമസ്കാരം. ഞാനേ ഈജിപ്തിലെ ബഹ്റയിലാണ്. കെയ്റോയിൽ നിന്ന് 350 കിലോമീറ്റർ മാറിയിട്ടുള്ള അതിമനോഹരമായ സ്ഥലം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് വന്നതാണ്. എൻ്റെ പുറകെ കാണുന്നുണ്ടോ, ഫുൾ വൈറ്റ് ഡെസേർട്ടും ഒപ്പം തന്നെ വൈറ്റ് ആയിട്ടുള്ള റോക്കുകളുമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതെല്ലാം സ്നോ ആണെന്ന്. സ്നോ അല്ല, ആക്ച്വലായിട്ട് ഇതെല്ലാം ഇവിടുത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സമുദ്രം വലിഞ്ഞിട്ടുണ്ടായ ആ ഒരു പ്രതലമാണിത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടാണിത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മളീ കാണുന്നത് ഈജിപ്തിലെ കെയ്റോയിൽ നിന്നും 350 കിലോമീറ്റർ മാറിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വൈറ്റ് ഡെസേർട്ടിൻ്റെ കാഴ്ചയാണ് കേട്ടോ. ഇതിൻ്റെ പേര് പറയുന്നത് ബഹാരിയ ഒയാസിസ് എന്നാണ്. ശരിക്കും വെള്ള മരുഭൂമിയാണ്. ആദ്യമായി ഇവിടെ വരുന്ന ഒരാളിന് ഇത് ഒറ്റ നോട്ടത്തിൽ ഇതൊരു മഞ്ഞ് പാളിയായിട്ടാണ് തോന്നുക. ശരിക്കും മഞ്ഞിൻ്റെ പാളിയല്ല ഇത്. ശരിക്കും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കര വേർപെട്ട് കടലും ഒക്കെ ആയി മാറിയ സമയത്ത് ഉണ്ടായ കടലിൻ്റെ അടിത്തട്ട് പൊങ്ങി വന്നിട്ട് ആ ഒരു പ്രദേശമാണ് ഈ ഒരു രൂപത്തിൽ രൂപപ്പെട്ടതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും നമുക്ക് ക്യാമ്പിങ്ങിന് ഈജിപ്തിലെത്തുന്ന ആളുകൾ പ്രധാനമായും സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയാണ് കേട്ടോ. ഈജിപ്തിലെത്തുന്ന സഞ്ചാരികളിൽ ബഹുഭൂരിപക്ഷവും ക്യാമ്പിങ്ങിനായി തിരഞ്ഞെടുക്കുന്ന ഈ ഒരു ലൊക്കേഷൻ മലയാളികളായിട്ടുള്ള നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. ഞാനവിടെ ക്യാമ്പിംഗ് തിരഞ്ഞെടുത്ത സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നു. അതുകൂടാതെ ആ ഇന്ത്യക്കാരൊന്നും കഴിഞ്ഞ ഒരു 3-4 മാസം ആ ക്യാമ്പിംഗ് ഏരിയകൾ താമസിച്ചിട്ടില്ല അല്ലെങ്കിൽ വന്നിട്ടില്ല എന്നാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ, ക്യാമ്പിംഗ് നടത്തുന്ന ആൾക്കാർ നമ്മളോട് പറഞ്ഞത്. ശരിക്കും ഈജിപ്തിലേക്ക് നിങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കെയ്റോയിൽ വന്നതിന് ശേഷം കെയ്റോയിൽ നിന്ന് ഒത്തിരി ബുക്കിംഗ് ഏജൻസികൾ ഇവിടേക്കുള്ള ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഡെസേർട്ട് ടൂർ. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വരുന്ന വഴിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ വൈറ്റ് ഡെസേർട്ടിൻ്റെ തന്നെ കാഴ്ചകൾ ഒത്തിരി കാണാനുണ്ട്. പിന്നെ ഒത്തിരി അവരുടെ തന്നെ വില്ലേജുകൾ അവർ കാണിക്കുന്നുണ്ട്. പ്രത്യേക തരത്തിലുള്ള ജീവിത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരാനായിട്ട് അവരുടെ ഫുഡ് ഏരിയകൾ, അതുപോലെ തന്നെ കൃഷിയിടങ്ങളൊക്കെ നമ്മളെ കൊണ്ടുപോയി അവർ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇതുപോലുള്ള ഭംഗിയുള്ള മരുഭൂമിയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും സെൻട്രൽ പോർഷൻ ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മഞ്ഞുപാളികൾ മൂടിക്കിടക്കുന്ന ഒരു പർവ്വതം പോലെയാണ് നമുക്ക് ഈ ഏരിയ മുഴുവനായിട്ട് കാണാനായിട്ട് കഴിയുക. ശരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു പ്രാവും ഒപ്പം തന്നെ ഒരു കൈകളിലെ കുമ്പിളിൽ ഒരു കല്ലുമായിട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണാനുള്ള ഇതുപോലെ സൺസെറ്റ്, നല്ല ബ്യൂട്ടി ആയിട്ട് വരുന്ന ഈ ഒരു സൺസെറ്റ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. രാത്രിയും പകലും വളരെ ഭംഗിയുള്ള ഒരിടമാണ് ശരിക്കും ബഹാരിയ ഒയാസിസ് എന്ന് പറയുന്നത്. ഇത് പകൽ സമയത്തുള്ള നമ്മുടെ ബഹാരിയ ഒയാസിസിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈജിപ്തിലെത്തിക്കഴിഞ്ഞാൽ, ഈ ഡെസേർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ. പിന്നെ ഒത്തിരി ക്യാമ്പിങ്ങും അതുപോലെ തന്നെ ഡ്രൈവുകളും ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.